ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങരയിൽ പാചകവാതക ടാങ്കർ മറിഞ്ഞത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. തിങ്കളാഴ്ച രാവിലെയാണ് കൊറ്റുകുളങ്ങരയ്ക്ക് സമീപം റോഡിലെ താഴ്ചയിലേക്ക് ടാങ്കർ മറിയുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾക്കൊടുവിൽ രാത്രിയോടെയാണ് പാചകവാതകം സുരക്ഷിതമായി മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി ലോറി ഉയർത്തിയത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് മംഗലാപുരത്ത് നിന്നും കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലേക്ക് പോകുകയായിരുന്ന 18 ടൺ പാചകവാതകം നിറച്ച ടാങ്കർ അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സംഘവും പോലീസും വാതക ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. പാചകവാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാൻ ശ്രമകരമായ പ്രവർത്തനങ്ങൾ വേണ്ടിവന്നു. വാതകം മാറ്റുന്നതിന് മുന്നോടിയായി ഗതാഗതം തടയുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് പാചകവാതകം അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. പ്രദേശത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ അടപ്പിച്ചു. 4 മണിയോടെ പാരിപ്പള്ളിയിൽ നിന്നും IOCയുടെ വിദഗ്ധ സംഘം എത്തുകയും ടാങ്കറിലുണ്ടായിരുന്ന 17.5 മെട്രിക് ടൺ വാതകത്തിൽ നിന്നും 5 ടൺ മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുകയും ചെയ്തു. സന്ധ്യയോടെ അഗ്നിരക്ഷാ സംഘം ഒരുക്കിയ വെളിച്ചത്തിൽ വാതകം മാറ്റൽ തുടർന്നു. വൈകുന്നേരം 7 മണിയോടെയാണ് നടപടി പൂർത്തിയാക്കി താഴ്ചയിൽ നിന്നും ടാങ്കർ ഉയർത്തി ദേശീയപാതയിൽ എത്തിച്ചത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ഓടയില്ലാത്ത ഭാഗത്തേക്ക് ലോറി ചെരിഞ്ഞതാണ് അപകടത്തിന് കാരണം. ഡ്രൈവർ ഉറങ്ങിയത് കാരണമാണോ ടാങ്കർ ലോറിക്ക് നിയന്ത്രണം നഷ്ടമായതെന്നും അന്വേഷിക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.